ഹലോ, ക്രിസ്മസിന് ഇപ്പോൾ ഈ 25 ദിവസമല്ലേ ഉള്ളൂ. നമുക്ക് ഇഡിലൊരു വൈൻ്റെ വീഡിയോ കണ്ടാലോ? അപ്പോൾ ഞാൻ ഇപ്രാവശ്യം മുന്തിരി വെച്ചിട്ടാണ് കേട്ടോ വൈൻ ഇട്ടത്. കാരണം കഴിഞ്ഞ ട്രിപ്പാണെങ്കിൽ ഞാൻ മിക്സഡ് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഇട്ടായിരുന്നേ, അതും അടിപൊളിയായിരുന്നു. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു മുന്തിരി മാത്രം വെച്ചൊന്ന് ഇട്ട് നോക്കാമെന്ന് കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് ഞാനിപ്പോൾ ഇത് 1.5 കിലോ മുന്തിരി എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. കാരണം ഞാൻ വേറൊരു വൈനോട് ഇട്ടിട്ടുണ്ട്, ഒരു ഇച്ചിരി വലിപ്പമുള്ള ബോട്ടിൽ. അത് നമുക്ക് 41 ദിവസം കഴിയുമ്പോഴത്തേനും എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ക്രിസ്മസിൻ്റെ തലേന്ന് എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം നമുക്കിത് മുന്തിരി ഒന്ന് നന്നായിട്ട് കഴുകിയിട്ടൊന്ന് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒന്ന് വെക്കുക. നമ്മൾ ഈ അരിയൊക്കെ വാർക്കുന്ന പാത്രമില്ല, അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം വാർന്ന് നമുക്കൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്നെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അത്ര പഴുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നാട്ടിൽ കുഞ്ഞു മുന്തിരിയില്ലേ, അതാകുമ്പോൾ നല്ല കളറൊക്കെ കിട്ടിയേനെ. പക്ഷെ അത് എനിക്ക് അതേപോലെ മുന്തിരി കിട്ടിയില്ല കേട്ടോ. എന്നാലും എഫക്റ്റും ടേസ്റ്റൊക്കെ ഒരേപോലെ തന്നെയാണ്. കളറിന് മാത്രം ചെറിയ വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഗ്രാമ്പൂവും പട്ട അങ്ങനെയുള്ള മണമുള്ള കിട്ടുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, കുറച്ച് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് നുറുക്ക് ഗോതമ്പ് വേണം, ഈസ്റ്റ് വേണം, പഞ്ചസാര, വെള്ളം. ഇത്ര മാത്രമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ജാർ എടുക്കുക, നന്നായിട്ട് ഡ്രൈ ആയ ജാർ എടുക്കുക കേട്ടോ. അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ മുന്തിരി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ മതി. ഏത് ഫ്രൂട്ട്സ് ആണോ അത് ഫസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ചിലർ ലെയറായിട്ട് ഇടും കേട്ടോ. ആദ്യമേ ഫ്രൂട്ട്സ്, അതിൻ്റെ മേളിൽ പഞ്ചസാര, പിന്നെ മണ്ടയ്ക്ക് പിന്നെയും ഫ്രൂട്ട്സ്, അങ്ങനെ ഇടും. അപ്പം ഏതായാലും എഫക്റ്റ് ഒന്ന് തന്നെയാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ഒരു ലെയർ കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേളിൽ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് വേണ്ടത് നല്ല അടിപൊളി ഒരു ജാർ തപ്പി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. എനിക്കിപ്പോൾ ഒരു ടെൻഡറത്തിൻ്റെ ഷോപ്പിൽ പോയപ്പോൾ കിട്ടിയ ജാറാണേ. അപ്പോൾ അടിപൊളി ജാറായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ ഞാൻ മേടിച്ച ജാറിലാണെങ്കിൽ എനിക്ക് മൂടിയില്ലായിരുന്നു, ഞാൻ തുണി വെച്ച് കെട്ടിയതായിരുന്നു. ആദ്യമേ എനിക്ക് ഫ്ലോപ്പായി പോയത് കാര്യം പൂത്തു പോകും നമ്മൾ ഈ കാറ്റ് എയറൊക്കെ കയറി കഴിഞ്ഞാലേ. അപ്പോൾ അതുകൊണ്ട് നല്ല എയർ ടൈറ്റ് ഉള്ളത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല കിട്ടലനായിട്ട് നമുക്ക് വൈൻ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിൻ്റെ അകത്ത് ഇനിയിപ്പം വേണ്ടുന്നത് വെള്ളം നമ്മൾ നന്നായിട്ട് ചൂടാക്കി വെക്കുക കേട്ടോ. വെള്ളം നന്നാക്കി ചൂടാക്കിയിട്ട് അത് ആറാൻ വേണ്ടി വെച്ചാൽ മതി. നല്ല തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ ഇതിനകത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. അതുപോലെ നമ്മളിപ്പം വൈൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ ജാറിന് കുറച്ച് താഴെ വരെ നമ്മൾ ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവാവൂ. കാര്യം എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ പുളിക്കുമ്പോൾ ഇത് പൊന്തി വരും. അപ്പോൾ അതുപോലെ എയറും നന്നായിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും താഴത്ത് നിൽക്കത്തക്ക രീതിയിൽ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ. നമ്മളിപ്പം മണത്തിന് വേണ്ടിയിട്ടുള്ള ഏലക്കയും ഗ്രാമ്പൂവും പട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇനിയിപ്പോൾ പഞ്ചസാര ഇടാം. പിന്നെ നമ്മളൊന്ന് ഉടച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒന്ന് തൊട്ട് നോക്കുമ്പോഴത്തേനെ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കുറച്ച് പഞ്ചസാരയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് ഇത് മൊത്തം ഒന്ന് ഇടിച്ച് പിഴിഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇടിച്ചൊന്ന് ഉടച്ച് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് 21 ദിവസം കൊണ്ട് സെറ്റാക്കി എടുക്കണ്ടേ. അപ്പോൾ നമ്മളൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് നുറുക്ക് ഗോതമ്പില്ലേ, അത് ഒരു പിടി ഇതിൻ്റെ അകത്ത് ഇടുക കേട്ടോ. ചിലരിത് കിഴി കെട്ടിയൊക്കെ ഇടാറുണ്ട്. കിഴി കെട്ടിയിട്ട് നമ്മൾ ഡ്രെയിൻ ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും. അത് ഏതായാലും എഫക്റ്റ് ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തുനിന്നിട്ട് മെയിനായിട്ട് ഗോതമ്പിനെക്കാട്ടി നമുക്ക് പെട്ടെന്ന് വൈൻ സെറ്റാക്കി എടുക്കാൻ പറ്റുന്നത് നുറുക്ക് ഗോതമ്പ് ഇടുമ്പോഴാണ് കേട്ടോ. അത് പെട്ടെന്ന് നമുക്ക് ഈ വൈൻ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഞാൻ 10ാമത്തെ ദിവസം എടുത്ത് നോക്കുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ വൈന്. അപ്പോൾ അതാണ്ട് ഇതേപോലെ ഒന്ന് ഇട്ടു. പിന്നെ നമുക്കിനി വേണ്ടുന്നത് ഈസ്റ്റാണ്. ഈസ്റ്റൂടെ മതി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇതുകൂടെ കഴിഞ്ഞ് നമ്മുടെ വൈനുള്ള ഇൻഗ്രീഡിയൻസ് മൊത്തം തീർന്നു കേട്ടോ. ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഒരു ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഈസ്റ്റിൻ്റെ ഒരു സ്പൂണിൻ്റെ 1/4 സ്പൂൺ മാത്രമാണ് കേട്ടോ നമ്മളിതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ കുറച്ച് മുന്തിരിങ്ങ എടുത്തിട്ടുള്ളതുകൊണ്ട് 1/4 ടീസ്പൂൺ സ്പൂണും നമ്മൾ ഈസ്റ്റും കൂടെ ഇതിൻ്റെ അകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം ഏകദേശം തണുത്ത് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ അകത്തൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്താൽ നമ്മൾ വെച്ചിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക, ഇതൊരു 3 ദിവസം അല്ല 2 ദിവസം കൂടുമ്പോൾ തന്നെ ഒരേ ഡയറക്ഷനിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, നല്ല രീതിയിൽ. അത് മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു ചപ്പാത്തി പരത്തുന്ന പലകയുടെ മറ്റേ സാധനമുണ്ടല്ലോ, സ്റ്റിക്ക് ഉണ്ടല്ലോ, അതെടുത്തൊന്ന് ഇടിച്ച് കൊടുക്കുന്നുണ്ട്. ഇടിച്ചു കൊടുത്തിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ അത്ര പഴുത്തല്ലാത്തതുകൊണ്ട് ഒന്നും ഉടഞ്ഞു പോകുന്നൊന്നുമില്ല. മിക്കവാറും ഇത് എല്ലാവരും കൈ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഫൈനലി കൈയെ കഴുകിയിട്ട് വന്നിട്ട് നല്ല ദൂരം ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ വെള്ളം ഒരു ബൗളിൽ വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തു വെച്ചത്. അതൊന്നും നമ്മളിതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടാണ് കേട്ടോ. തണുത്ത് നമ്മളിതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു ഏതെങ്കിലും ഒരു
അതായത് വെയിൽ കിട്ടാത്ത ഭാഗം ഉണ്ടല്ലോ, കട്ടിലിൻ്റെ അടിയിലോ സെറ്റിയുടെ സൈഡിലോ അവിടെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെക്കുക. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചിട്ട് നമ്മൾ ഏതെങ്കിലും കൊണ്ടുവച്ചിട്ട് 2 ദിവസം കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. 2 ദിവസം കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ ഫൈനലി നമ്മുടെ വൈൻ്റെ പ്രിപ്പറേഷൻ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം നമ്മളിനി ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് കട്ടിൻ്റെ കീഴിൽ, ഞാൻ കട്ടിൻ്റെ കീഴിലാണ് കൊണ്ടുവച്ചത് കേട്ടോ. അവിടെയുള്ള ഒത്തിരി വെട്ടം കിട്ടാത്ത ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുവച്ച് ഏകദേശം ഒരു 3-4 ദിവസമൊക്കെ ആയപ്പോഴത്തേനും നന്നായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. 10ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേനും അന്യായ മണമായിരുന്നു അതിനകത്തുനിന്ന് വന്നത്. അങ്ങനെ ഞാനിതിപ്പം ഓപ്പൺ ചെയ്യാണ്. നല്ല അടിപൊളിയായിട്ട് നല്ല എയറൊക്കെ സെറ്റായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഞാനതൊന്ന് അരിച്ചെടുക്കാം. നമ്മളൊരു വൃത്തിയുള്ളത് തുണിക്കാതെ ഒന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് ഇതിൻ്റെ മുന്തിരിയുടെ അതെല്ലാം അവിടെ ഒന്ന് പിഴിഞ്ഞെടുക്കരുത്. നമ്മളിങ്ങനെ ഒഴിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ ചാറ് ഫുള്ളെടുക്കുക. അതാണ്. അങ്ങനെ എനിക്ക് ലൈറ്റ് പിങ്ക് കളറാണ് കേട്ടോ കിട്ടിയത്. ഈ ലൈറ്റ് പിങ്ക് കളർ തന്നെ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ, കാര്യം നമ്മുടെ മുന്തിരിയുടെ കളർ അങ്ങനെയായിരുന്നല്ലോ. അങ്ങനെ ഫൈനൽ ഇതാണ് കേട്ടോ. അപ്പം നല്ല കിടിലൻ വൈനായിരുന്നു. ഞാൻ ഒരു തള്ളുമല്ല, സീരിയസ് ആയിട്ട് കൊടുത്തവരെല്ലാം അന്യായ കമൻറ്റ് പറഞ്ഞതാണ്. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു കിടിലൻ റെസിപ്പിയാണ്. ഡോണ്ട് മിസ് ഇറ്റ്. നിങ്ങൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് മസ്റ്റായിട്ട് വീട്ടിൽ വൈൻ ഉണ്ടാക്കി നോക്കുക. അതേപോലെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പോട്ടെ, ടാറ്റാ.